കാസർഗോഡ് ജില്ലയിൽ ഹർത്താൽ പൂർണ്ണം. നവമാധ്യമങ്ങളിലൂടെ പ്രചരിച്ച ഹർത്താലിന് വൻ ജനകീയ പിന്തുണ. കേരളത്തിൽ പലയിടങ്ങളിലും ഹർത്താൽ പൂർണ്ണമാണ്. ഇന്ത്യ ഒട്ടാകെ ആസിഫ ബാനുവിന്റെ കൊലപാതകം കത്തിയാർജിച്ച് നിൽക്കുമ്പോഴാണ് കേരളത്തിൽ നവമാധ്യമങ്ങൾ പ്രഖ്യാപിച്ച ഹർത്താലിന് ജനകീയ പിന്തുണയുണ്ടായത്. മുഖ്യധാരാ രാഷ്ട്രീയ കക്ഷികൾ ഒഴിഞ്ഞുമാറിയെങ്കിലും ജനകീയ ഹർത്താലിന് ഒരു കോട്ടവും സംഭവിച്ചില്ല. കാണുക പബ്ലിക് കേരള റിപ്പോർട്ടിംഗ്. സോഷ്യൽ മീഡിയയിലെ ഹർത്താൽ ആഹ്വാനത്തിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിൽ ഞായറാഴ്ച രാത്രി മുതൽ തന്നെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. വിദ്യാനഗർ ഐക്യവേദി നടത്തിയ ക്യാൻഡിൽ ലൈറ്റ് പ്രതിഷേധം ശ്രദ്ധയാകർഷിച്ചു. ഒരു വലിയ സത്യമുണ്ട്. നമുക്കറിയാം, ജനുവരി 10-നാണ് ആസിഫ എന്ന് പറയുന്ന പിഞ്ചു കുഞ്ഞ് മിസ്സാവുന്നത്. ജനുവരി 12-ന് ശ്രീനഗറിലുള്ള പോലീസ് സ്റ്റേഷനിൽ ആസിഫയുടെ പിതാവ് പരാതിയുമായി എത്തുന്നു. ഉടൻ തന്നെ അവിടെയുള്ള പോലീസുകാർ കേസുമായി ബന്ധപ്പെട്ടിട്ട് അന്വേഷണം തുടരുന്നു. അന്വേഷണത്തിനിടയിൽ വെച്ചിട്ട് ഈ പറയുന്ന കുട്ടി ക്ഷേത്രത്തിലെ ദേവസ്ഥാനത്ത് വെച്ചിട്ട് പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് അറിഞ്ഞിട്ട് പോലും മിണ്ടാതിരിക്കുന്ന ഒരു പോലീസ് സമൂഹത്തെ അവിടെ കാണാൻ വേണ്ടി സാധിച്ചു. നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് വലിയ ഒരു സമര പ്രക്ഷോഭത്തെയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കേരള ജനത ഒന്നടക്കം ഈ ഒരു സമരത്തെ ഏറ്റെടുത്തിട്ടുള്ള രീതിയിലാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഒപ്പം വലിയ ഒരു പ്രക്ഷോഭമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ മറ്റുള്ള ജില്ലകളിലും ഇന്ന് പ്രക്ഷോഭം കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ആസിഫ ബാനു എന്ന് പറയുന്ന ഇഷ്യൂ കേരളത്തിലെ എല്ലാ ജനങ്ങളും ഒന്നടങ്കം ഏറ്റെടുത്തിരിക്കുകയാണ്. അതോടൊപ്പം ഇതിൽ നിന്ന് മറ്റൊരു കാര്യം വ്യക്തമാകുന്നതെന്ന് വെച്ചാൽ മലബാർ ഏരിയകളിൽ മാത്രമായിട്ട് പൂർണ്ണബന്ദ് നടക്കുമ്പോൾ ബാക്കിയുള്ള ജില്ലകളിലൊക്കെ അങ്ങും ഇങ്ങോട്ടൊക്കെയായിട്ട് കുറച്ച് ഹർത്താലുകൾ ബന്ദുകൾ നടക്കുന്നുണ്ട്. ഒപ്പം കാസർഗോഡ് ജില്ല തന്നെയായിരുന്നു ഏവരുടെയും ഫോക്കസ് ഉണ്ടായിരുന്നത്. രാവിലെ തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തത് കാസർഗോഡ് ജില്ലയിൽ നിന്നായിരുന്നു. എന്നിരുന്നാലും വലിയ ഒരു പ്രക്ഷോഭം, വലിയ ഒരു പ്രതിരോധം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഈ വിഷയത്തിൽ ജനകീയ മുന്നണിക്ക് സാധിച്ചു എന്നുള്ളത് വലിയ ഒരു സത്യമാണ്. വിമിഷ വിനോദ്, പബ്ലിക് കേരള.